അപ്പൊ തുടങ്ങാല്ലേ? പിന്നെ ഹര ഹരോ ഹര. അവനൊക്കെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒന്ന് സല്യൂട്ട് ചെയ്തിട്ടായിരിക്കും അകത്തേക്ക് കടത്തിവിടുക. ഉറപ്പിക്കാമോ? സല്യൂട്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്, കണ്ടത്. ഇത് ഇവന്മാരെ എപ്പ എടുത്തു? ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിടാ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞാൻ കോടതിയിൽ പോയപ്പോ അവിടുത്തെ ഒരു ചേച്ചി വന്നിട്ട് പറയാം, നിങ്ങൾ പോയാലേ ഞങ്ങൾക്ക് വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ അതിനേക്കാളും മിടുക്കണരായ ആളെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അല്ല, നിലമ്പൂരിലുള്ള ചേട്ടന് പാരിതോഷികം കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കുമ്പോഴേക്ക് ഈ ചേട്ടൻ ജയിലിലായില്ലേ? ശവത്തി കുത്തരുത് ചെട്ടിയമ്മ. അദ്ദേഹത്തിന്റെ താമസം പാലക്കാട്ടേക്ക് മാറ്റിയിരിക്കുന്നു എന്നുകൂടെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് അത്രയും വേണോ സാർ? വേണം. രാഹുലിന് ഇഷ്ടം 3 BHK. സാറേ എനിക്കറിയില്ല സാർ ഇതൊക്കെ എന്താണെന്ന്. നിങ്ങൾക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസും ഈ കേരളത്തിന്റെ ഒരു സ്റ്റേഷനിലും ഒരു കോടതിയിലും നിലനിൽക്കുന്നില്ല. ഇല്ലേ? ഇല്ല ഇല്ലേ? ഇല്ല. കള്ളം പറയുന്നു ആ പന്നെ. ഒരു കേസില്ല, ഇതുവരെ 3 റേപ്പ് കേസ്. കൽപ്പാത്തിൽ ഒരു വീട്ടിൽ പോയപ്പോ ഞാൻ തമാശക്ക് പറഞ്ഞു, പഴയ MLA അത്രയൊന്നും വരില്ല അല്ലേ എന്ന് ചോദിച്ചപ്പോ ആ സാമേഷൻ അവിടെ നിന്നിട്ട് പറയാം, കുട്ടി വന്ന പോലെയൊന്നും അല്ല, അതിനേക്കാളൊക്കെ ഗംഭീരമായിട്ടാണ് പുതിയ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത്. സമരമാണെങ്കിൽ സമരം, ജയിലാണെങ്കിൽ ജയിൽ, പോരാട്ടമാണെങ്കിൽ പോരാട്ടം. ശകലകലാവല്ലഭൻ. പക്ഷെ വകനിരിവ് വട്ടപൂജ്യം. പോരാട്ടം. ഒളിച്ചോട്ടമാണെങ്കിൽ അത്. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? 30 എണ്ണം നിർമ്മിച്ചു കൊടുക്കാന്നാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചത്. പിന്നീടത് 30,000 എണ്ണാക്കി ഉയർത്തി. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.